മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ചാപ്റ്ററാണല്ലേ, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൻ്റെ സമ്മറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം ഇതൊരു സ്പീച്ചാണ്, നമ്മളുടെ നെഹ്റുജി നടത്തിയൊരു സ്പീച്ചാണല്ലേ. യെസ്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സ്പീച്ചിൻ്റെ സ്പീക്കർ ആരാണ്? സ്പീച്ച് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണല്ലേ. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഈ സ്പീച്ച് നടത്തിയിട്ടുള്ളത്. ദെൻ എപ്പോഴാണ് നടത്തിയത്? ഓൺ 14th August 1947 അറ്റ് മിഡ് നൈറ്റ്, ജസ്റ്റ് ബിഫോർ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് അല്ല. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ, ഓഗസ്റ്റ് 14th, അതായത് ഓഗസ്റ്റ് 15th നമുക്കിത് ഇൻഡിപെൻഡൻ്റ് ആവണത് ഇന്ത്യ. അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നടത്തിയ ഒരു സ്പീച്ചാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഒക്കേഷൻ, ഈ ഒരു സ്പീച്ച് നടത്തിയ ആ ഒരു സന്ദർഭം, സിറ്റുവേഷൻ, ഇന്ത്യ ബിക്കമിങ് ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈസ്. ഇന്ത്യ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാക്രിഫൈസ് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു, അങ്ങനെ ഫൈറ്റ് ചെയ്ത് പൊരുതി നേടിയതാണ് ഫ്രീഡം അല്ലേ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ നെഹ്റുജി ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തുന്നത് അല്ലേ. യെസ്, മീനിങ് ഓഫ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലേ. എന്താണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസാണ്. എന്തിലേക്ക്? ടു ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു ഭാവിയിലേക്കുള്ള ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനമായിരുന്നു. എന്തായിരുന്നു? ഇങ്ങനെ ടു ബിൽഡ് എ ബെറ്റർ നാഷൻ അല്ലേ. നാഷനെ, അതായത് നമ്മുടെ ഇന്ത്യയെ നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യും? ബെറ്റർ ആൻഡ് ബെറ്റർ ആക്കും, നല്ല സക്സസ്ഫുൾ ഒരു നാഷനാക്കി മാറ്റും എന്നുള്ള ഒരു പ്രോമിസാണ് ഈ ഒരു സ്പീച്ചിലൂടെ നമ്മൾ കണ്ടത് അല്ലേ. യെസ്, മെയിൻ ഐഡിയ എന്തായിരുന്നു ഈ സ്പീച്ചിലെ മെയിൻ ഐഡിയ? ഇന്ത്യ ഈസ് ബിഗിനിങ് എ ന്യൂ ജേർണി ഓഫ് ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം ബ്രിങ്സ് നോട്ട് ഓൺലി റൈറ്റ്സ് ബട്ട് ആൾസോ ഡ്യൂട്ടീസ് ടുവാർഡ്സ് ദ പീപ്പിൾ ആൻഡ് കൺട്രി അല്ലേ. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ എന്തിട്ടില്ല, ഇതൊരു പുതിയൊരു ന്യൂ ജേർണിയാണല്ലേ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവിതമാണ് ആർക്ക് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഫ്രീഡം കിട്ടി, റെസ്പോൺസിബിലിറ്റിയും കൂടി അല്ലേ. ഫ്രീഡം കിട്ടുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കണം. എങ്ങനെ? നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കാനായിട്ട്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ. യെസ്, അതാണ് ഈ ഒരു സ്പീച്ചിൻ്റെ മെയിൻ ഐഡിയ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രൈബ്യൂട്ട് ടു ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലേ. ഫ്രീഡം ഫൈറ്റേഴ്സിനെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മളുടെ സ്പീച്ച്, അതായത് നമ്മളുടെ നെഹ്റുജി ട്രൈബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആദരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് ഓർത്തിട്ടുണ്ട് ഈ സ്പീച്ച് നടത്തുന്ന സമയത്ത്. നെഹ്റു റിമെമ്പേഴ്സ് ഓൾ ഹു സഫേർഡ് ഫോർ ആൻഡ് ഡൈഡ് ഫോർ ഇൻഡിപെൻഡൻസ്. ഹി താങ്ക്സ് ദം ഫോർ ദെയർ ഗ്രേറ്റ് സാക്രിഫൈസസ് അല്ലേ. ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരുപാട് പ്രയത്നം ഉണ്ട് നമുക്ക് ഇന്ത്യക്ക് ഒരു ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ പിന്നിൽ. അപ്പോൾ അവരോടൊക്കെ താങ്ക്സ് പറയുകയാണ് നമ്മളുടെ നെഹ്റുജി. ദെൻ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. എന്തായിരുന്നു നെഹ്റുവിന് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ഇന്ത്യ എന്നുള്ള ആ ഒരു ഡ്രീം എന്തൊക്കെയായിരുന്നു? പോവേർട്ടി, ഇഗ്നോറൻസ് ആൻഡ് ഇനീക്വാലിറ്റി അല്ലേ. പോവേർട്ടി ഇല്ലാത്ത ഇന്ത്യ ആവണം. ഇഗ്നോറൻസ് അല്ലേ, അറിവില്ലായ്മയിൽ നിന്നും അറിവുള്ള ഒരു രാജ്യമായി, നോളേജബിൾ കൺട്രിയായി മാറണം. ഇനീക്വാലിറ്റീസ് അല്ലേ, അതായത് ഇനീക്വാലിറ്റീസ് മാറിയിട്ട് എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും അസമത്വം മാറി സമത്വം കൊണ്ടുവരണം അല്ലേ. ഈ രീതിയിലൊക്കെ ആയിരുന്നു, ഈ രീതിയിൽ നമ്മളുടെ രാജ്യത്തെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു നെഹ്റുവിൻ്റെ ഡ്രീം. എവ്രി വൺ ജസ്റ്റിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പീപ്പിൾ വർക്ക് ടുഗദർ വിത്ത് ട്രൂത്ത് ആൻഡ് കറേജസ്. എല്ലാവർക്കും ജസ്റ്റിസായി കിട്ടണം, എല്ലാവർക്കും ഒരുപോലത്തെ നീതി കിട്ടണം, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം, എല്ലാവരും ഒരുമയോടെ കറേജായിട്ട് ധൈര്യത്തോടെ മറ്റുള്ളവരെ പേടിക്കാതെ സ്വന്തം രാജ്യത്ത് ധൈര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പവർ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ സിറ്റിസണിനും കിട്ടണം എന്നുള്ളതായിരുന്നു നെഹ്റുജിയുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു സ്പീച്ചിലൂടെ കൺവേ ചെയ്ത മെസ്സേജസ് എന്തൊക്കെയാണ്? മെസ്സേജസ് ടു സിറ്റിസണിന് കൊടുക്കുന്ന മെസ്സേജ്: ഓൾ ഇന്ത്യൻസ് മസ്റ്റ് വർക്ക് ഹാർഡ് ഫോർ പ്രോഗ്രസ് ആൻഡ് യൂണിറ്റി. ഫ്രീഡം മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ സിറ്റിസണും
എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഇന്ത്യ എന്ന കൺട്രിയുടെ പ്രോഗ്രസ്സിന്, പുരോഗതിക്കും അതുപോലെ യൂണിറ്റിക്കും അല്ലേ, ഒരുമയ്ക്കും വേണ്ടിയിട്ട്, ഇന്ത്യയുടെ പുരോഗതിക്കും ഒരുമയ്ക്കും വേണ്ടി, ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ത്യയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെന്താ? ഫ്രീഡം എന്താണ്? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ള ഓരോരുത്തരുടെയും എന്താണ്, ഓരോരുത്തർക്കും സമാധാനം കൊണ്ടുവരും അല്ലേ. ഈ ഒരു മെസ്സേജസാണ് നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിന് ഈ ഒരു സ്പീച്ച് കേട്ടതിലൂടെ കൺവേ ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു സ്പീച്ചിലൂടെ എന്തൊക്കെയാണ് ആ ഒരു ടോൺ ഓഫ് ദി സ്പീച്ചിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഹോപ്പ്ഫുൾ, ഇൻസ്പയറിങ് ആൻഡ് പാട്രിയോട്ടിക്, ഫുൾ ഓഫ് ഇമോഷൻ ആൻഡ് പ്രൈഡ് അല്ലേ. അതായത് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്, പ്രതീക്ഷയുണ്ട്. ഓക്കെ, എൻ്റെ രാജ്യം നല്ല സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ എന്താണ് കഴിയും എന്നുള്ള ആ ഒരു സ്പീച്ച് കേൾക്കുന്ന ഓരോ മനുഷ്യനും തോന്നും ഓക്കെ നമ്മളുടെ രാജ്യം രക്ഷപ്പെടും, സക്സസ് ആവും എന്നുള്ള ഒരു ഹോപ്പ് ഓരോരുത്തരുടെ ഉള്ളിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പീച്ചിലൂടെ. അതുപോലെ ഇൻസ്പയറിങ് ആണ് അല്ലേ, ഇൻസ്പയർഡ് ആവും. ഓക്കെ എനിക്കും പറ്റും, ഞാനും രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും, പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ഇൻസ്പിരേഷൻ ഈ ഒരു സ്പീച്ച് കേൾക്കുന്നതിലൂടെ കിട്ടും. അതുപോലെ ആൻഡ് പാട്രിയോട്ടിക്, ദേശസ്നേഹം വളരും അല്ലേ. ഈ ഒരു അതൊക്കെയാണ് ഈ ഒരു സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദേശസ്നേഹം വളരും. അതുപോലെ ഫുൾ ഓഫ് ഇമോഷൻ ആൻഡ് പ്രൈഡ്, ഞാനൊരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരിയാണ് എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര പ്രൈഡാണ് അല്ലേ, ഭയങ്കര അഭിമാനം തോന്നും നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്പീച്ചിൽ നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു.